അച്ഛൻ്റെ മരണം 16 അടിയന്തരമൊക്കെ പാടെ കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു പോയി. ഓരോരോ അച്ഛന്മാർ മരിക്കുമ്പോൾ ബന്ധുക്കൾ ചാക്ക് കണക്കിന് അരി കൊണ്ടുവന്ന് മറിക്കും. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പലചരക്ക് സാധനങ്ങൾ മുഴുവനും. ഇത് നമ്മുടെ ബന്ധുക്കളും ഇവിടെ ഉള്ളതും കൂടെ തിന്നു പിടിപ്പിച്ച് പോകാനുണ്ടായിരുന്നു കഴുതകൾ. പച്ചക്കറി അരിയും കിട്ടിയാൽ മതിയായിരുന്നല്ലേ? അച്ഛൻ്റെ വായിലെ സ്വർണ്ണപ്പല്ലി മുഴുവൻ പോയിന്നാലേക്കും എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എന്തൊക്കെ സ്വപ്നം കണ്ടതാണെന്ന് കണ്ട്. നിനക്ക് സ്വപ്നം? ആ സ്വർണ്ണപ്പല്ലും കണ്ടിട്ട് ഞാൻ എത്ര ആൾക്കാരെ കയ്യിൽ നിന്നാ കടം വാങ്ങിയതെന്ന് അറിയോ? പൊട്ടനാന്നാ ഞാൻ വിചാരിക്കണത്. ഞാൻ പൊട്ടനോ? 40 വട്ടം ഞാൻ പറഞ്ഞല്ലേ പല്ല് 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 എന്നിട്ട് എടുക്കാൻ പറ്റിയ നിങ്ങക്ക്? ഞാൻ എടുക്കാൻ നോക്കിയതല്ലേ ശ്യാമളെ. നോക്കി അച്ഛൻ ഐസിയുവിൽ കയറ്റിയ സമയത്ത്. എന്നിട്ട് എന്താ കിട്ടാഞ്ഞു നിങ്ങക്ക്? അപ്പോഴേക്ക് ഡോക്ടർമാരൊക്കെ കൂടി വന്നില്ലേ? അവര് പറയണേ അച്ഛന്റെ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റിയിട്ട് തന്തനെ കൊല്ലാൻ നോക്കാനാണ് തെണ്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പിടിച്ച് പുറത്തേക്കാക്കി. ഹോസ്പിറ്റലിലെ കാര്യം ഞാൻ സമ്മതിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? മരിച്ചിട്ട് കൊണ്ടുവരുമ്പോ ആകെ മൂടി കൊണ്ടുവരുന്ന ആളുടെ നിന്ന് എങ്ങനെ എടുക്കും ശ്യാമളെ? എങ്ങനെ എടുക്കും നീ പറയേ? എന്നിട്ട് ഞാൻ കുളിപ്പിക്കാൻ കിടത്തിയ സമയത്ത് പതുക്കെ നോക്കി, പറ്റിയില്ല. എന്നിട്ട് പന്തലിക്ക് എടുക്കണ സമയത്തും നോക്കി. അപ്പോഴേക്ക് അമ്മാവന്മാരെ കൊപ്പാടെ കൂടി പറഞ്ഞത് എനിക്ക് കേട്ടതല്ലേ. പിന്നെ നീ എന്നെങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിനക്കും ആവായിരുന്നല്ലോ അതെടുക്കല്. അയ്യോ അച്ഛാ ഞങ്ങൾക്ക് ഇനി ആരുണ്ട്, എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞാൽ കമിഴ്ന്നടിച്ച് വീണിട്ട് പതുക്കെ വായുന്നത് തോണ്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കും കിട്ടുമായിരുന്നു. നിങ്ങളുടെ അച്ഛനെ കണ്ട് എനിക്ക് അറിയാൻ തോന്നണ്ടേ? മലേഷ്യൻ കുമാരൻ. ഈ മനുഷ്യനെ ഞാൻ എന്തോരം നോക്കിയത്. എന്നോട് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ ഇയാൾക്ക്? ഈ സ്വർണ്ണപ്പല്ല് കണ്ടിട്ട് എത്ര ആൾക്കാരെ കയ്യിൽ നിന്നാ കടം വാങ്ങിയത് എനിക്ക് തന്നെ അറിയില്ല. 16 അടിയന്തരം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കാവൂ ആൾക്കാർ. ഇനി ഇപ്പൊ വന്നു തുടങ്ങും. സത്യശീല. ഓ എന്താണ്? അയ്യോ ഞാനവിടെ ഇല്ലെന്ന് പറഞ്ഞു. ചെല്ലി ചെല്ലി പോയി നോക്കാരാന്ന്. ദേ ഇപ്പൊ വരൂട്ടാ. എന്നാലും എന്റെ അച്ഛ പല്ല് മുഴുവൻ കൊണ്ടുപോയില്ലേ? ഹലോ സത്യശീല. ഇങ്ങോട്ട് വാ. അന്നല്ലേ നമ്മള് കാത്തിക്കണിക്കണ്ട അങ്ങോട്ട് പോണ്? അല്ല ഒന്നല്ല ഇതോ അച്ഛൻ പോയില്ലേ. അച്ഛൻ പോയി വിവരമൊക്കെ നമ്മൾ അറിഞ്ഞു. ഞാൻ അവിടെ വന്നില്ലല്ലോ. ഇനിയിപ്പോ ആരാ ഉള്ളത്? അല്ല ഇനിയിപ്പോ ആരാ ഉള്ളത് പറയാ? കുടുംബത്തിൽ പോയില്ലേ? അച്ഛൻ പോയില്ലേ? അച്ഛന്മാര് പോയാൽ പിന്നെ മക്കൾ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങ് എടുത്തോ. എന്ത്? അതൊക്കെ എടുക്കണോ? എന്ത്? ഇവിടെ അച്ഛൻ്റെ സ്വർണ്ണപ്പല്ല് എന്റെ പെണ്ണുങ്ങൾ ആശുപത്രിയിൽ കാത്തു കുത്തിരിക്കുക. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എടുക്കാൻ പറ്റില്ല മൊയ്തു. പഠിച്ച റബ്ബേ പറ്റില്ലേ? മരിക്കണതിന് മുമ്പ് അച്ഛൻ പറഞ്ഞിരുന്നു ഉത്തരേ ആ പല്ലോടൊക്കെ തന്നെ എന്നെ മറവ് ചെയ്യണം. ഇനിയിപ്പൊ ഞമ്മളെന്താക്കൂ? എന്താ കാണിക്കുക എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് മനസ്സിലാവുന്നില്ലാന്നോ? ഈ ഒരു പല്ലിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ കയ്യിൽ നിന്ന് കായ് എണ്ണി വാങ്ങിയത് ഇന്ന് തരാന്ന് പറഞ്ഞിട്ടല്ലേ? അതെ. എന്നിട്ടിപ്പോ വർത്താനം പറയാ.